പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നു. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യവും ഉയരും പകരും മൊഴികൾ പോകാൻ ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ജീവൻ വചനം കേൾവിയൊലിക്കും സാത്താൻ പാതകളേറും നീതിയുള്ളവനെ ഒഴിവായിടും. നമുക്ക് ശ്രദ്ധാപൂർവം നിങ്ങളോടുകൂടെ പരിശുദ്ധ സുവിശേഷം അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തന്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കുവാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർ അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വഴിയില്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവൻ വിട്ടുപോകുന്നത് വരെ ആ വീട്ടിൽ താമസിക്കുവിൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ കൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. ഏറെ സ്നേഹിക്കപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്വർഗം തുറന്ന് വലിയ ദൈവാനുഗ്രഹങ്ങൾ അളവില്ലാതെ വർഷിക്കപ്പെടുന്ന പുണ്യ നിമിഷത്തിലൂടെയാണ് ഈ ഇടവക ജനം കടന്നു പോകുക. ഈ നാട് മുഴുവൻ പ്രാർത്ഥനയോടെ ഈ വിശുദ്ധന്റെ തിരുസ്വരൂപത്തിനു മുമ്പില് കൈകൾ കൂപ്പി സ്വർഗത്തിലേക്ക് പ്രാർത്ഥനകൾ ഉയർത്തുന്ന ധന്യമായ നിമിഷമാണ് ഇത്. ഹൃദയം മുഴുവൻ പ്രാർത്ഥന കൊണ്ട് ജ്വലിപ്പിച്ച് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ അനുഗ്രഹങ്ങൾ തേടി ഈ നാട് മുഴുവൻ ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായും സ്വർഗം തുറക്കപ്പെടും, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും. ഈ നല്ല നിമിഷത്തിൽ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഏവർക്കും നേരുകയാണ്. ദൈവത്തെ കൂട്ടുപിടിച്ച് സ്വകീയ ചിന്തകൾ ഹൃദയത്തിലേറ്റുവാങ്ങി ഈ ലോക ജീവിതം ദൈവത്തിന് സമർപ്പിച്ച പുണ്യനായ വിശുദ്ധനായ വലിയ ഒരു വ്യക്തിയുടെ ഓർമ്മകൾക്ക് മുമ്പിലാണ് നമ്മൾ നിൽക്കുക.
ഈ വലിയ വിശുദ്ധന്റെ മുമ്പില് പ്രാർത്ഥനയോടെ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ ഈ വിശുദ്ധൻ ഒരുപാട് സത്യങ്ങള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വിശുദ്ധന്റെ മുമ്പില് നമ്മുടെ ഹൃദയവിചാരങ്ങൾ മുഴുവൻ സമർപ്പിച്ച്, നമ്മുടെ ആഗ്രഹങ്ങള് പ്രതീക്ഷകൾ മുഴുവൻ സമർപ്പിച്ച് നമ്മൾ നിൽക്കുമ്പോൾ ഈ വിശുദ്ധൻ നമ്മളെ ഒരുപാട് സത്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതില് ഏറ്റവും ചെറിയ ചിന്തകൾ 2-3 നമുക്ക് ഈ കുറഞ്ഞ സമയത്ത് പരിശോധിക്കാം. നമുക്കറിയാം, നമ്മൾ വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ വായിച്ചു. ഏതൊരു വിശുദ്ധന്റെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാലും ഗ്രന്ഥകർത്താവ് ഇങ്ങനെയായിരിക്കും എഴുതി തുടങ്ങുക: ഈ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ കുലീനമായ കുടുംബത്തിൽ നല്ല മാതാപിതാക്കന്മാർക്ക് ജനിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലത്തേക്കൊന്ന് തിരിയണം. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാര് ഒരിക്കലെങ്കിലും ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചിട്ട് കാണും: ദൈവമേ, എനിക്ക് നല്ല ഒരു മകനെ അല്ലെങ്കിൽ നല്ല ഒരു മകളെ എനിക്ക് തരണമേ എന്ന്. ഒരുപക്ഷെ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും: എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് നന്മ വരണമേ, അവനെ അല്ലെങ്കിൽ അവളെ ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കാത്ത ഒരമ്മയോ ഒരപ്പനോ ഈ ദേവാലയത്തിലില്ല. തീർച്ചയായും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് നല്ല മക്കളെ ദൈവം തന്നിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നല്ല മാതാപിതാക്കന്മാരായി മാറണം. നല്ല ഒരു മകന്റെ അല്ലെങ്കിൽ മകളുടെ ജന്മത്തോടുകൂടി ഒരപ്പൻ അല്ലെങ്കിൽ ഒരമ്മ നല്ല ഒരു അപ്പൻ നല്ല ഒരമ്മയായി മാറണം. നമ്മൾ ഈ ഞായറാഴ്ചത്തെ സുവിശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അതില് ഇങ്ങനെ പറഞ്ഞു: നിനക്കൊരു മകൻ ജനിക്കും, ഒരുപാട് പേർക്ക് സന്തോഷം അവൻ വഴി ഉണ്ടാവും, നിന്റെ പേര് അനുഗ്രഹിക്കപ്പെടും അവൻ വഴി. അത് കഴിഞ്ഞ് യോഹന്നാന്റെ ജനനത്തിനു ശേഷം മാതാപിതാക്കന്മാർ അവന് യോഹന്നാൻ എന്ന് പേരിട്ടു. ദൈവം കാരുണ്യം കാണിച്ചു എന്നർത്ഥമുള്ള പേര്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ നമ്മുടെ ഹൃദയത്തിൽ ആവശ്യപ്പെടുന്നത് ഇതാണ്: നീ ഒരു നല്ല മാതാവും നല്ല പിതാവുമായി നിന്റെ മകനെ വിശുദ്ധിയിൽ വളർത്താൻ നിനക്കാവുമോ? വേദപുസ്തകത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. നസ്രസിലെ കന്യകയായ മറിയം എപ്പോഴാണ് പരിശുദ്ധ അമ്മയായിട്ട് മാറുന്നത്? ഈശോയുടെ ജനനത്തിലാണ് അവൾ പരിശുദ്ധ അമ്മയായി ഉയർത്തപ്പെടുക. ജോസഫ്, മരപ്പണിക്കാരനായ ജോസഫ് എപ്പോഴാണ് യൗസേപ്പ് പിതാവായി മാറുന്നത്? ഈശോയുടെ ജനനത്തോടെയാണ്. പ്രിയപ്പെട്ടവരെ, മലയാളത്തിന്റെ സ്വന്തം കവിയായ ചെമ്മനം ചാക്കോയുടെ വേരോട്ടം എന്ന് പറയുന്ന മനോഹരമായ ഒരു കവിതയുണ്ട്. അതിൻ്റെ ഇതിവൃത്തം ഇങ്ങനെയാണ്: ഒരപ്പനും ഒരമ്മയും ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബം. അപ്പൻ ജോലിക്ക് പോകും. വഴക്കാളികളായ 2 മക്കളെ നോക്കി അമ്മ കുടുംബം നടത്തും. ഒരു ദിവസം മക്കൾ തമ്മിൽ കലഹിക്കുന്നു. കലഹം കേട്ട് ഒരു വടിയുമായി ഈ അമ്മ ഓടി വരികയാണ്. അമ്മ പറഞ്ഞു: കലഹിക്കുന്ന ഇതുങ്ങൾക്ക് 2 കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അമ്മ ഈ പെൺകുട്ടിയെ പിടിച്ച് 2 അടി കൊടുത്തു. എന്നിട്ട് ആൺകുട്ടിയുടെ അടുക്കലേക്ക് ഈ അമ്മ തിരിഞ്ഞു. ഈ ആൺകുട്ടി ക്രൂരമായിട്ട് ആ അമ്മയെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു: ഇവിടെ ഈ ഭവനത്തിൽ ഡാഡിക്കും മമ്മിക്കും മാത്രമേ കലഹിക്കാനും വഴക്കുണ്ടാക്കാനും അവകാശമുള്ളൂ. കവി എഴുതി വയ്ക്കുകയാ: താണുപോയി അവളുടെ കരങ്ങൾ, അടിച്ചില്ല ഞാൻ അവനെ. പ്രിയപ്പെട്ടവരെ,
വിശുദ്ധമായ ജീവിതം നയിച്ച ആ മാതാപിതാക്കന്മാർക്ക് പിറന്ന വിശുദ്ധനായ മകനാണ് ഈ വിശുദ്ധൻ. പ്രിയപ്പെട്ടവരെ, ഈ ബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇതാവണം: എൻ്റെ മകൻ, എൻ്റെ മകൾ വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധനായി തീരണമേ. അതിന് അവരെ സഹായിക്കുന്ന വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതാവണം ഈ വലിയ ബലിയിൽ നമ്മുടെ പ്രാർത്ഥന. രണ്ടാമത്തെ ഒരു ചിന്ത, ഈ വിശുദ്ധനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക, ഈ വിശുദ്ധൻ തനിക്ക് ലഭിച്ച ഈശ്വര വിശ്വാസത്തെ ഉള്ളിലിട്ട് താലോലിച്ച് ആ വിശ്വാസത്തിന് ഒരു പോറല് പോലും ഏൽക്കാതെ കടന്നു വരുന്ന തലമുറയ്ക്ക് തനിക്ക് ലഭിച്ച വിശ്വാസത്തെ കൈമാറ്റം ചെയ്ത വലിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. എന്റെ ജീവിതത്തെ നോക്കി നിൽപ്പുണ്ട്, അവർക്ക് ദുഷ്മാതൃക നൽകിക്കൊണ്ട് എനിക്ക് ജീവിക്കണ്ട. പ്രിയപ്പെട്ടവരെ, ആ വൃദ്ധൻ മരണത്തിന് വിധിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉള്ളിലുള്ള വിശ്വാസത്തെ ജനങ്ങൾക്ക് കൈമാറിക്കൊടുത്ത, ഈ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്ത് വിശ്വാസത്തിൽ നമ്മെ ആഴപ്പെടുത്തിയ വലിയൊരു വിശുദ്ധൻ. ആ വിശുദ്ധൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും നമ്മെ വെല്ലുവിളിക്കുന്നതും ഇതിനു വേണ്ടിയാ. നിനക്ക് നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ സഭയിൽ നിന്ന് നിനക്ക് ലഭിച്ച വിശ്വാസത്തെ ഉള്ളിലിട്ട് താലോലിക്കാൻ, ആ വിശ്വാസത്തെ ഒരു പോറല് പോലും ഏൽക്കാതെ ഇന്ന് ഈ ജീവിക്കുന്ന സമൂഹത്തില് അത് കൈമാറ്റം ചെയ്യുവാൻ നിനക്കാവുമോ? നമുക്കറിയാം, വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന, വിശ്വാസ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന, വിശ്വാസ ജീവിതത്തെ പോറലേൽപ്പിക്കുന്ന ഒരു സമൂഹത്തിലാ ഞാനും നിങ്ങളുമൊക്കെ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വിശുദ്ധൻ നമുക്ക് വലിയൊരു മാതൃകയായിട്ട് നിൽക്കുകയാണ്. ലഭിച്ച വിശ്വാസത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി, ആ വിശ്വാസത്തെ ഉള്ളിലിട്ട് താലോലിച്ച് പ്രിയപ്പെട്ടവർക്ക് കൈമാറ്റം ചെയ്യാൻ നമുക്കാവണം. ഒരിക്കല് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ദൂരേക്ക് സുവിശേഷ പ്രഘോഷണത്തിന് അദ്ദേഹം അയച്ചു. വൈകുന്നേരമായപ്പോൾ അവരുടെ മടങ്ങി വരവും നോക്കി ഗുരു വീടുമുറ്റത്തുകൂടെ ഉലാത്തുകയാണ്. ഉലാത്തിക്കൊണ്ടിരുന്നു. രാവേറെ ചെന്നു. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് മടങ്ങി വന്നില്ല. ഉടനെ അദ്ദേഹത്തിന് വെപ്രാളമായി. അദ്ദേഹം ആ മുറ്റത്ത് മുട്ടുകുത്തി നിന്ന് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ഉരുവിടാൻ തുടങ്ങി. മഞ്ഞുകാലമായിരുന്നു, മഞ്ഞു പെയ്തു. രാവേറെ ചെന്നപ്പോൾ ആ ശിഷ്യന്മാര് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി തിരികെ വരികയാണ്. അവർ വന്നപ്പോൾ തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വലിയൊരു മഞ്ഞിന്റെ കൂമ്പാരം. ഉടനെ ശിഷ്യന്മാരിൽ ഒരുവൻ വീടിന്റെ പുറകിൽ ചെന്ന് ഒരു തൂമ്പ എടുത്തുകൊണ്ട് ആഞ്ഞ് കിളയ്ക്കുകയാണ്. കിളച്ച് കുറെ സമയം കഴിഞ്ഞപ്പോഴേക്കും ആ തൂമ്പയുടെ അറ്റത്ത് രക്തം പൊടിഞ്ഞു. ഉടനെ തൂമ്പ മാറ്റി അവരെല്ലാവരും കൂടെ കൈകൊണ്ട് മഞ്ഞ് മാറ്റിയപ്പോൾ മുട്ടിൽമേൽ നിന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന അവരുടെ ഗുരു. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഹനങ്ങള് സ്നേഹത്തിന്റെ അടയാളമാക്കി മാറ്റിയ ഒരു വലിയ വിശുദ്ധന്റെ തിരുസ്വരൂപത്തിനു മുമ്പില് പ്രാർത്ഥനയോടെ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ നമ്മളെ ഈ വിശുദ്ധൻ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നീ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാൻ നിനക്കാവുമോ? ഈ വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹനങ്ങള് മാറ്റി നിർത്തേണ്ടവയല്ല, ഒഴിവാക്കേണ്ടവയല്ല, മറിച്ച് സ്വീകരിച്ച് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിതത്തില് സഹനങ്ങള് ഏറ്റെടുക്കേണ്ടതാണ് എന്ന് ഈ വിശുദ്ധൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമ്മൾ നിൽക്കുമ്പോൾ ഈ വിശുദ്ധൻ നമ്മളെ അനുഗ്രഹിക്കുന്നതും ഈ വിശുദ്ധൻ നമ്മളെ വെല്ലുവിളിക്കുന്നതും ഇതിനു വേണ്ടിയാണ്. നിന്റെ കുരിശുകൾക്ക് ഈശോയുടെ കുരിശില് അർത്ഥം കാണാൻ നിനക്ക് കഴിയണം.
പ്രിയപ്പെട്ടവരെ, ഈ വലിയ തിരുനാള് ഈ നാട് മുഴുവൻ ഒന്നിച്ച് ആഘോഷിക്കുമ്പോൾ, വലിയ ആഘോഷമായി മാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളില് ഈ ചിന്തകൾ ഉണ്ടാവണം. നല്ല മാതാപിതാക്കന്മാര്, നല്ല മക്കൾക്ക് ജന്മം കൊടുക്കുന്ന നല്ല മാതാപിതാക്കന്മാര്, അതുപോലെ ലഭിച്ച വിശ്വാസത്തെ നഷ്ടപ്പെടുത്താതെ അത് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് കൈമാറിക്കൊടുക്കുന്ന നല്ല വ്യക്തികള്, അതുപോലെ സഹനങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഉള്ളില് ഏറ്റെടുക്കുന്നവര്, അതുപോലെ നമ്മുടെ സഹനങ്ങൾക്ക് ഈശോയുടെ കുരിശില് അർത്ഥം കണ്ടെത്തുന്നവര്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ ആദരവോടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം നമ്മെല്ലാവരെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വഴി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ യാതനകൾ ശ്രവിക്കണമേ. ഈ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഓർമ്മയായിരിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി ഞങ്ങൾക്ക് നൽകണമേ. എപ്പോഴും ഒരുപോലുള്ളവരായി വർത്തിച്ച് നിത്യസൗഭാഗ്യം ഞങ്ങളും പ്രാപിക്കുവാൻ ഇടയാകട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അങ്ങയുടെ അഭിഷേകമായ വീണ്ടെടുത്ത പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടെ ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാബലത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നത് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷാംഗങ്ങളാകുമ്പോൾ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിന്റെ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പ്രാർത്ഥനയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമോദിസ സ്വീകരിക്കുകയും നിന്നോട് വൈദികരായും നീതി വിശുദ്ധ മഹിമാവും വന്ദനത്തെ വൈദികൻ സ്വർഗത്തേക്കുയർത്തിയവൻ പ്രാർത്ഥനയോടെ ക്ഷണിപ്പു സ്വർഗത്തിൽ നിന്നുമിതാ വന്നു വസിച്ചു മിശിഹാതൻ തിരുഗാത്രം പർവ്വതമാക്കുകയാണി യാഗത്തിൽ തൻ സോണിതവും. കൂടാരത്തിൽ ചെന്നെത്തിയിടാൻ അവനെ വണങ്ങിടാം. സ്വർഗത്തെ